നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇനി ഫോട്ടോഗ്രാഫർ കൂടി വന്ന് ഫോട്ടോ എടുത്ത ആ കടമ്പയും കടക്കായിരുന്നു. കടമ്പയോ? അത് പിന്നെ രാധമേ, വിവാഹം രജിസ്റ്റർ ചെയ്യുന്നവരെ എനിക്കാകെ ഒരു ടെൻഷനാ. എന്തിന്? അല്ല, അത് പിന്നെ വിവാഹം രജിസ്റ്റർ ചെയ്താലല്ലേ വിസ കിട്ടൂ. എങ്ങാനും രജിസ്ട്രേഷൻ ലേറ്റ് ആയാലോ? വിവാഹ രജിസ്ട്രേഷൻ കഴിഞ്ഞ ലീഗലായിട്ട് നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരാവും. പിന്നെ നമുക്ക് പിരിയണമെങ്കിൽ ഡിവോഴ്സിന് അപേക്ഷിക്കേണ്ടി വരും. അതിന് ഡിവോഴ്സിന് ഞാൻ സമ്മതിച്ചാലല്ലേ? എന്താ? അതിനെന്താ, ആവശ്യമുള്ളപ്പോ നമുക്ക് ഡിവോഴ്സ് ചെയ്യാലോ. ഹൃതിക മാഡത്തിന് എല്ലാം തമാശ, ഒരു സീരിയസ്നെസ്സും ഇല്ല. ഇതൊക്കെ പറയാൻ വലിയ എളുപ്പാ, പ്രാവർത്തികമാകുന്ന കാര്യങ്ങളൊന്നും അല്ല ഇത്. അതൊന്നും എനിക്ക് അറിയില്ല രാജു. വേണു അങ്കിളുടെ മനസ്സ് വിഷമിപ്പിക്കുന്ന ഒരു കാര്യവും ഞാൻ ചെയ്യില്ല. വേണു അങ്കിള് ഈ വീട്ടിലെ ഗൃഹനാഥൻ. അങ്കിള് പറയുന്നത് എന്താണെങ്കിലും അത് ഞാൻ അനുസരിക്കും. രാജു എന്താണെന്ന് വെച്ചാ ചെയ്യും. ഞാനേ ഈ ഡ്രസ് ഒന്ന് മാറാൻ പോവാ. ഇവിടെ നിന്നല്ല, എന്റെ റൂമിന്ന്. നമ്മുടെ വിവാഹം നടന്നതിന്റെ തെളിവിന് മാരേജ് സർട്ടിഫിക്കറ്റും അപേക്ഷയുടെ കൂടെ ഒരു വിവാഹ ഫോട്ടോയും കൂടി കൊടുക്കണോന്ന്. ഫോട്ടോഗ്രാഫർ ഇപ്പൊ വരും. റെഡിയായി നിക്കാൻ പറഞ്ഞു വേണുവെങ്കില്. അതൊന്നും ശരിയാവില്ല. എന്താ ശരിയാവത്തെ? ഇവരെല്ലാരും കൂടി എന്തിനുള്ള പുറപ്പെടാ ദൈവമേ. രാമകൃഷ്ണ, തന്നോട് ഈ ഉപകാരത്തിന് എങ്ങനെയാ നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. എടോ, ഞാൻ തന്നോട് പലതവണ പറഞ്ഞിട്ടുണ്ട്, നമുക്കിടയിലെ ഇങ്ങനെ ഒരു ഫോർമാലിറ്റീസിന്റെ ഒന്നും ആവശ്യമില്ലാന്ന്. തനിക്ക് പ്രായമായപ്പോ കാര്യമായിട്ടെന്തോ പറ്റി, അല്ലെങ്കിൽ എന്നോട് ഇങ്ങനെ പറയേണ്ട വല്ല കാര്യമുണ്ടോ? ജയ കേട്ടോ, ഈ വേണു ഞാനും എന്ന് പറഞ്ഞ ചെറുപ്പം മുതലുള്ള കൂട്ടുകാരാ. എന്റെ പേര് രാമകൃഷ്ണൻ എന്നാണല്ലോ. പക്ഷെ എന്റെ അമ്മ ചെറുപ്പത്തിൽ പറയുമായിരുന്നു വേണുകൃഷ്ണന്മാർ ബലരാമന്മാരാണെന്ന്. ഒക്കെ മറന്നു ഇവൻ. ഇപ്പൊ എന്നെ അന്യനായിട്ട് കാണുന്നത് കൊണ്ടാവും ഈ നന്ദി പറച്ചിലും ബഹുമാനവും ഒക്കെ, അല്ലേടോ? ചെറുപ്പത്തിലേക്ക് അങ്ങനെയാണെന്ന് പറഞ്ഞാലും നമ്മൾ ആളുകളുടെ നിലയും വിലയും നോക്കി വേണ്ടേ പെരുമാറാൻ. കേട്ടില്ലേ, ഇയാളോട് ഞാൻ എന്താ പറയേണ്ടത്? നമ്മുടെ രജിസ്ട്രേഷൻ പ്ലാൻ നടക്കുമല്ലോ വെച്ചാ. രാജു വേറെ കുഴപ്പമൊന്നും ഉണ്ടാക്കൂലല്ലോ. നിങ്ങളൊക്കെ പറഞ്ഞതുകൊണ്ടും അവൻ സമ്മതിച്ചുകൊണ്ടും മുടക്കമൊന്നും ഉണ്ടാവാതിരിക്കാനാണ് സാധ്യത. എടോ, നമ്മള് രണ്ടുപേരും ഒറ്റയ്ക്ക് രാജുവിനെ പറഞ്ഞ് സമ്മതിപ്പിക്കാൻ ശ്രമിച്ചെങ്കിൽ ഒരുപക്ഷെ അത് നടക്കാതെ വന്നേനെ. ജയന്റെ കൃത്യമായ ഇടപെടലാണ് നമുക്ക് സഹായമായത്. നിങ്ങളൊരു കാര്യം പറയുമ്പോ, അതും അളിയന്റെ നല്ല കാര്യത്തിന്, ഹൃതിക മേഡത്തിന് സന്തോഷം വേണ്ടിയാകുമ്പോ, ഈ ജയൻ ഏതറ്റം വരെയും പോവില്ലേ? വേണു, താൻ വിഷമിക്കണ്ടോ. എല്ലാം താൻ വിചാരിക്കുന്നത് പോലെയും ആഗ്രഹിക്കുന്നത് പോലെയും നടക്കും. രാജുവിനെ കൊണ്ട് ഋതിക മാഡത്തെ വിവാഹം കഴിപ്പിക്കണമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചതല്ല. അവന്റെ ജാതകവശാൽ രാജകുമാരിയെ പോലെ ഒരു പെൺകുട്ടിയെ അവൻ വിവാഹം കഴിക്കുന്നതായിരുന്നു. ആരായിരിക്കുന്ന ആകാംക്ഷ എനിക്കുണ്ടായിരുന്നു. ഓ, പക്ഷേ ഋതിക മാഡത്തെ കൊണ്ട് വീട്ടിലേക്ക് വന്നപ്പോ എന്റെ നെഞ്ചൊന്നാളി. വർമ്മ സാറിന് അവരോടുള്ള വിരോധം മാറിയെങ്കിലും രാജുവിന്റെയും ഋതികയുടെയും ജാതകം തമ്മിൽ ചേർത്ത് നോക്കിയപ്പോ അവര് തമ്മിൽ ചേർച്ചയുണ്ടെങ്കിലും അവർക്ക് ചുറ്റും തടസ്സങ്ങളുടെയും പ്രശ്നങ്ങളുടെയും വലിയൊരു വലയം തന്നെയുണ്ട്. അതൊക്കെ മാറണമെങ്കിൽ അവരെ തമ്മിൽ ശരിക്കും വിവാഹം കഴിപ്പിച്ച് മനസ്സുകൊണ്ട് രാജു ഋതിക മാഡത്തെ ഭാര്യയായി അംഗീകരിച്ചതിന് ശേഷം കുടുംബത്തില് അവർക്ക് വേണ്ടി വിശേഷ പൂജ നടത്തണം. ഒക്കെ നടക്കൂടോ, താൻ സമാധാനിക്കേ. അതെ അച്ഛാ. അച്ഛാ, ആദ്യം നമുക്ക് വിവാഹം പഞ്ചായത്ത് രജിസ്റ്റർ ചെയ്യാം. പിന്നെ പതിയെ രാജുവിന്റെ മനസ്സ് നമുക്ക് മാറ്റിയെടുക്കാം. നിങ്ങൾ രണ്ടാളും കൂടെയുള്ളതാ എന്റെ ബലം.
കുറച്ചൊന്ന് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ നമുക്കൊരു ബ്യൂട്ടീഷ്യനൊക്കെ വിളിച്ചു വരുത്തി ഋതിക മോളെ ഒന്ന് ഒരുക്കായിരുന്നു. ഏയ് അതിന്റെ ഒന്നും ആവശ്യമില്ലമ്മേ. ഇതൊരു ഫോർമാലിറ്റിക്ക് വേണ്ടി എടുക്കുന്ന ഫോട്ടോ അല്ലേ? എന്ത് ഫോർമാലിറ്റി ആണെങ്കിലും രാജുവും ഋതിക മോളും തമ്മില് വിവാഹ വേഷത്തിൽ നിൽക്കുന്ന ഒരു ഫോട്ടോ ആദ്യമായിട്ടല്ലേ നമ്മൾ എടുക്കാൻ പോകുന്നേ. അപ്പോ അത് അതിന്റേതായ രീതിയിൽ വേണ്ട എടുക്കാൻ. ഇതിപ്പോ പ്ലാൻ ചെയ്തൊന്നും അല്ലല്ലോ അമ്മേ. അമ്മ ഒന്ന് നോക്കിക്കേ, എന്താ ഋതികയ്ക്ക് ഒരു കുറവ്? സുന്ദരിയായിട്ടില്ലേ? ഋതികയ്ക്ക് എങ്ങനെ ബ്യൂട്ടീഷ്യനെ വിളിച്ച് മേക്കപ്പ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അല്ലാതെ തന്നെ ഋതിക സുന്ദരിയല്ലേ? ഞാൻ എന്റെ ഒരു ആഗ്രഹം പറഞ്ഞാടി പ്രിയേ. പ്രിയച്ചി, ഈ മാല ഒക്കെ അല്ലേ? അതൊക്കെ ഓക്കെയാ. സാരി നല്ലായിട്ട് ചേരുന്നുണ്ട്, സുന്ദരിയാ. ആ പെണ്ണ് റെഡിയായി. അളിയനോടെ അളി അവനുള്ള ഡ്രസ്സ് ഞാൻ തേച്ചു കൊടുത്തതാ. മുറിക്കകത്ത് കയറിയിട്ട് കൊറേ നേരമായി, അനക്കൊന്നുമില്ല. എന്താണ്? ആ അളിയാ, അളിയോ, അളിയാ, എന്തോന്ന് ആലോചിച്ചോണ്ടിരിക്കുന്നു? വാ അളിയാ, വന്നേ, വാ അളിയാ, വാ ഇങ്ങോട്ട്. അങ്ങനെ അളിയിലും റെഡി ആയിട്ടുണ്ട്. ഇനി ഫോട്ടോഗ്രാഫർ കൂടി വന്ന് ഫോട്ടോ എടുത്ത ആ കടമ്പയും കടക്കായിരുന്നു. കടമ്പയോ? അത് പിന്നെ രാധമേ, വിവാഹം രജിസ്റ്റർ ചെയ്യുന്ന വരെ എനിക്കാകെ ഒരു ടെൻഷനാ. എന്തിന്? അല്ല, അത് പിന്നെ വിവാഹം രജിസ്റ്റർ ചെയ്താലല്ലേ വിസ കിട്ടൂ. എങ്ങനെ രജിസ്ട്രേഷൻ ലേറ്റ് ആയാലോ? അയ്യോ ഭഗവാനെ, ലേറ്റ് ആയാ മതിയായിരുന്നു. ഒന്നും ലേറ്റ് ആവില്ല. ഒരു കാര്യത്തിനും ഒരു തടസ്സവും ഉണ്ടാവില്ല. ആ എല്ലാ കാര്യവും രാമകൃഷ്ണൻ വിളിച്ച് ഏർപ്പാടാക്കി ഉണ്ടായിരുന്നു. എങ്കിൽ പിന്നെ നമുക്ക് വെച്ച് താമസിപ്പിക്കണ്ട. ഫോട്ടോഗ്രാഫർ ഏട്ടാ, ഫോട്ടോ എടുത്തോട്ടെ. ആയിക്കോട്ടെ. അല്ലച്ച, ചെക്കനും പെണ്ണിനും മാലയോ ഹാരയോ വാങ്ങിയില്ലല്ലോ. അതൊന്നും വേണ്ട, എല്ലാം ഫോട്ടോഗ്രാഫർ അഡ്ജസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ആണോ? അതെ, കാര്യങ്ങളൊക്കെ വേണിച്ചേട്ടൻ പറഞ്ഞു. ഇനിയിപ്പോ മാലയൊക്കെ വാങ്ങാൻ ടൗണിൽ പോയി സമയം കളയുന്ന എന്തിനാ? എനിക്കൊരു അസിസ്റ്റന്റ് പയ്യനുണ്ട്, ഉഗ്രൻ എഡിറ്ററാ. പൂമാലയൊക്കെ അവനെ എഡിറ്റ് ചെയ്ത് കയറ്റിക്കൊള്ളു. ചെക്കനും പെണ്ണും ഒന്ന് പോസ് ചെയ്ത് നിന്നാ മതി. ചെക്കനും പെണ്ണൊക്കെ എപ്പോഴാ റെഡി? അളിയാ, നിങ്ങളൊന്ന് അടുത്ത് നിന്ന് ചേർന്ന് പ്രിയ മാറ്. ചേർന്ന് കയറിയില്ല കയറിയില്ല. കുറച്ചുകൂടെ. ആ, ചിരിച്ചോണ്ട് നിന്നോ. എടുത്തോ. ആ, ചിരിച്ചോ. ആ, ഒന്ന് സ്മൈൽ ചെയ്തേ. ആ, റെഡി? ഓക്കെ. ഇനി ഒരു പോസ് കൂടി. അതെന്തിനാ? ഒരു ഫോട്ടോ പോരെ അപേക്ഷ കൊടുക്കാൻ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.